ആദ്യം കണ്ട മുഖം. അക്ബറിന്റെ രാജ്യത്ത് ദുർഭാഗ്യവാനായ ഒരാൾ ഉണ്ടായിരുന്നു. രാവിലെ അവന്റെ മുഖത്ത് കണി കണ്ടാൽ അന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ച് ജനങ്ങൾ അവനെ നോക്കാറേയില്ലായിരുന്നു. ഈ വിവരം അക്ബർ ചക്രവർത്തി അറിഞ്ഞു. എന്ത്? അങ്ങനെ ഒരാളോ? അവനെ കൂട്ടിക്കൊണ്ടുവരുവിൻ, കാണട്ടെ. അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു മുറിയിലിരുത്തി. പിറ്റേന്ന് ചക്രവർത്തി കുളി കഴിഞ്ഞ് അവന്റെ മുറിയിലേക്ക് ചെന്ന് അവനെ കണ്ടിട്ട് രാജ്ഞിയെ കാണാനായി പുറപ്പെട്ടു. അപ്പോൾ ഒരു കാവൽക്കാരൻ വന്ന്, മഹാരാജാവേ, രാജ്ഞി ബോധം കെട്ട് വീണു. എന്ത്? അവന്റെ മുഖത്ത് നോക്കി ഉടനെ ആപത്തോ? പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്ന ചക്രവർത്തിക്ക് ഭയങ്കര വയറുവേദന. അന്ന് മുഴുവനും കഷ്ടപ്പെട്ടു. എല്ലാം ആ ദുർഭാഗ്യവാൻ കാരണമുണ്ടായതാണ്. അവൻ കാരണം ഇനി ആരും ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് ആരവിടെ? അവനെ നാളെ തൂക്കിക്കൊല്ലാൻ നാം ആജ്ഞാപിക്കുന്നു. തന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്നറിഞ്ഞ ആ മനുഷ്യൻ വല്ലാതെ ദുഃഖിച്ചു. അപ്പോൾ അതുവഴി വന്ന ബീർബലിനെ കണ്ട അവന് ഒരാത്മവിശ്വാസം കൈവന്നു. ഉടനെ അവൻ ബീർബലിനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. അതെയോ? ശരി, നീ വിഷമിക്കേണ്ട. ബീർബൽ അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. പിറ്റേന്ന് തൂക്കിക്കൊല്ലുന്നതിനു മുൻപ് അവൻ ചക്രവർത്തിയെ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവനെ ചക്രവർത്തിയുടെ മുന്നിൽ കൊണ്ടുവന്നു. മഹാരാജാവേ, ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് എനിക്ക് ഈ ശിക്ഷ? നീ ദുർഭാഗ്യവാനാണെന്ന് എല്ലാവരും പറയുന്നത് സത്യം തന്നെയാണെന്ന് മനസ്സിലായി. നീ കാരണം ഇനി ആരും തന്നെ ദുഃഖിക്കരുത്. അതുകൊണ്ടാണ് ഈ ശിക്ഷ. ക്ഷമിക്കണം മഹാരാജാവേ, എന്നെ കണ്ടതിനാൽ അങ്ങ് പട്ടിണി കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങയുടെ തിരുമുഖമാണ് ഞാൻ ആദ്യം കണ്ടത്. എന്നിട്ട് എനിക്ക് മരണശിക്ഷ ലഭിക്കുന്നുവല്ലോ. അവൻ പറഞ്ഞതിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയ അക്ബർ അവന് സ്വർണവും വസ്തുവകകളും നൽകി അവന്റെ ദാരിദ്ര്യം അകറ്റി. ഇങ്ങനെ സംസാരിക്കുവാൻ നിനക്കാരാണ് പറഞ്ഞു തന്നത്? കാരുണ്യവാനായ ചക്രവർത്തിക്ക് തെറ്റ് സംഭവിക്കരുതെന്ന് കരുതിയ അങ്ങയുടെ വിശ്വസ്തനായ മന്ത്രി ബീർബൽ. അക്ബറിന് ബീർബലിനെ കുറിച്ച് അഭിമാനം തോന്നി.